ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ 84ാമത്തെ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ് ബിഗ് ബോസ് ടോക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നല്ലൊരു എപ്പിസോഡായിരുന്നു. നമുക്കൊക്കെ പ്രോമിസ് തന്ന ഒരു എപ്പിസോഡായിട്ട് മാത്രം മാറി. പക്ഷേ ലാലേട്ടൻസ് കോസ്റ്റ്യൂംസ് ഒക്കെ ഒരു വിവിധ തരത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെയുള്ളൊരു വേഷത്തിൽ, നമുക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി പോയതായിരുന്നു. പക്ഷേ ജോലി കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി ഒരു അഭിമുഖം നടത്താമെന്ന് കരുതി. എങ്ങനെയുണ്ട് ലുക്ക്? അപ്പോൾ നമ്മൾ ലുക്കോ കാര്യങ്ങളോ സംസാരിക്കാൻ വന്നതല്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആര്യൻ എവിക്റ്റഡ് ആയി എന്നതാണ്. ആര്യൻ എവിക്റ്റഡ് ആയി എന്നത് അത് നടക്കുന്ന കാര്യമായിരുന്നു. ആര്യൻ എവിക്റ്റഡ് ആകുക എന്ന് പറയുന്നത് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഇന്നലത്തെ എല്ലാം കൂടി എങ്ങനെയുണ്ട് ബിഗ് ബോസിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ഒരു സംരക്ഷിത പ്രതികരണം പോലെ കുരുതിയെ PR കളിയോ എന്ന് ആ ഒരു കളിയിൽ അനുമോളോടുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ടോപ്പ് 6 ആര്യൻ പുറത്താകുന്നു, ഷാനവാസ് അകത്ത് വരുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്നലെ വരുന്നു. നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഈ ആഴ്ചത്തെ എവിക്ഷൻ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി കേട്ടാ, അധികം സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് ഇറങ്ങിപ്പോയി. സോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇത്രയും ദിവസം നിന്നൊരു കണ്ടസ്റ്റന്റിന് ഭയങ്കര വിഷമമുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇമോഷണൽ ആകാൻ താല്പര്യമില്ലാത്തതായിരിക്കും. പെട്ടെന്ന് ഇറങ്ങിപ്പോയി പുള്ളി, പെട്ടെന്ന് എല്ലാവരുടെയും യാത്ര പറഞ്ഞങ്ങ് പോയി. നമ്മള് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്ന പോലെ ഇത് വേണമെങ്കിൽ ഇതും ഒരു കുരുതി എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. ബട്ട് ഇതൊരു ഗെയിമാണ്, ഇവരൊരു ഗ്രൂപ്പ് ഗെയിമാണ് കളിച്ചത്. ആ ഗ്രൂപ്പ് ഗെയിമിനകത്ത് തീർച്ചയായും വീണുകൊണ്ടിരിക്കും, ഉറപ്പാണ്. ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ വീണുകൊണ്ടേയിരിക്കും. ഇപ്പൊ അക്ബറിന്റെ ഗ്യാങ്ങിൽ നിന്ന് പോകുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ആര്യൻ. പലപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യം കളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതിനോടൊപ്പം തന്നെ പലപ്പോഴും ഗ്രൂപ്പുകളിലുമായിരുന്നു പുള്ളി. എന്താ പറയാ, ഈ സീസണിൽ ഫസ്റ്റ് ടാസ്ക് ജയിച്ച് വന്ന ഒരാളാണ് ആര്യൻ. ഡ്രസ് ഒന്നും കിട്ടാതിരുന്നപ്പോഴും ബാറ്റുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ കിട്ടി, അങ്ങനെ ലാവിഷായിട്ട് നിന്ന ഒരാളാണ്. പക്ഷേ ടാസ്കുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു എങ്കിലും എവിടെയോ പുള്ളിക്ക് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കൊണ്ടുവരുന്നതിന് പുള്ളിക്ക് കഴിയാതെ പോയി. ജിസേൽ കോംബോ പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് തുറന്നു പറയാൻ മടിയൊന്നുമില്ല. ചിലപ്പോ ആര്യനെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകണമെന്നില്ല. ബട്ട് നെഗറ്റീവായിട്ടും ആര്യൻ കളിച്ചിട്ടുണ്ട്, പലപ്പോഴും പോസിറ്റീവായിട്ടും ഗെയിം കളിച്ചിട്ടുണ്ട്. ബിഗ് ബോസിനകത്ത് ഒരു ഓളം ഉണ്ടാക്കിയതിൽ ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആര്യൻ ടോപ്പ് 5 എത്തിയാൽ സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ ടോപ്പ് 6 ആര്യൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പുറത്തുപോയി. ഗെയിമാണ്, നമുക്ക് അതിനകത്ത് ഓഡിയൻസിന്റെ ഡിസിഷനാണത്. സോ ആര്യന്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെയാണ് പോയത്. ഓഡിയൻസിനെ കൂടെ നിർത്താൻ കഴിയണം. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചാലേ അതിന് പറ്റൂ. ഗ്രൂപ്പും സൗഹൃദവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഗെയിം കൂടി വേണം. അതുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആര്യന് ഇപ്പൊ പോകേണ്ടി വരുമായിരുന്നില്ല. കാരണം സാബുവിനെക്കാളൊക്കെ ഭയങ്കര ഡിസർവിംഗ് ആണ് ആര്യൻ. ഈവൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നെവിനേക്കാൾ ഡിസർവിംഗ് ആണ് അവിടെ നിൽക്കാനെന്ന്. അപ്പൊ നെവിൻ അല്ല ഔട്ടായത്, നെവിനെ ഔട്ടാക്കാൻ നോക്കിയപ്പോ ആര്യൻ ഔട്ടായിപ്പോയി. എന്തൊക്കെയാണ് ഇതൊരു കുരുതിക്കളമായി, ഒരു കുരുതി ഗ്രൂപ്പായി മാറി. ഗ്രൂപ്പിസം കളിക്കാൻ വന്നതല്ല ബിഗ് ബോസ്. ഒറ്റക്ക് കളിച്ച് മുന്നേറി കപ്പ് വാങ്ങിപ്പോകണം. പണത്തിനാ വന്നെങ്കിൽ അതിനൊരു എവിക്ഷൻ ഉണ്ടാവും. അവിടെ പണം വാങ്ങി നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. പക്ഷെ ഇവിടെ റിയാക്ഷൻ വളരെ ക്രിട്ടിക്കലായ ഒരു റിയാക്ഷൻ ആയിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ ഒരു എല്ലാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ഈ വീക്കെൻഡ്, അതായത് 2ാമത്തെ വീക്കെൻഡിലെ എപ്പിസോഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു. 84ാമത്തെ എപ്പിസോഡ് നമുക്ക് പ്രോമിസ് ആയിരുന്നു. ലാലേട്ടൻ ഒരു കംപ്ലീറ്റ് പാക്കപ്പ് കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ റിയാക്ട് ലാലേട്ടന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും എന്തുകൊണ്ട് ആയിക്കൂടാ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് പോരാ, ഇതിനും മേലെ ഈ കോസ്റ്റ്യൂംസൊക്കെ ഒന്ന് പവറാക്കിക്കൊണ്ടുള്ള വരവ്, അതാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ ഓരോരോ മറുപടികൾ കുറിക്ക് കുത്തുന്നതായിരുന്നു. അക്ബർ ഒരുപാട് ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു. ആ ന്യായീകരണങ്ങളൊന്നും എവിടെയും മേശിയില്ല. അക്ബറിൻ്റെ ഗ്യാങ്ങുകൾ എല്ലാവരും തകരുകയാണ്. അപ്പാനി തകർന്നു. അങ്ങനെ നിരവധി പേർ അക്ബറിൻ്റെ ഗ്യാങ്ങുകളിൽപ്പെട്ട എല്ലാവരും പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ അക്ബർ ഗ്യാങ്
അവിടെ പൊളിച്ചടുങ്ങുകയാണ്, അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അക്ബറിന് വേണ്ടി എല്ലാം കൊടുത്തിട്ടും വാങ്ങിയിട്ടും അക്ബർ തോറ്റുപോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ജയിലിലേക്ക് അവസാനത്തേക്ക് എൻട്രി നെവിനും അക്ബറും തന്നെ, അതായത് ക്യാപ്റ്റന്മാർ തന്നെ അകത്ത് പോയ ഒരു ചരിത്രത്തിലെ ഏറ്റവും 3 കശ്മരന്മാർ ക്യാപ്റ്റനായ ഒരു സീസണാണ് 84 വീക്കെൻഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ ഈസ് എ പ്രോമിസ് എന്ന വാക്ക് ഇങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ പറയണമെങ്കിൽ തന്നെ അപ്പോൾ ആര്യൻ പുറത്താകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആര്യൻ നല്ലൊരു ഗെയിമറാണ്, കുറേ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു ഗെയിമർ തന്നെയാണ്. ടോപ്പ് 6 എത്തേണ്ടവനാണ്. അപ്പോൾ ഇന്നലെ അനിമോൾ കസറി, അപ്പോൾ പലരും ഇന്നലെ അനീഷ് കസറി, ഷാനവാസ് കസറി, അങ്ങനെ അവിടെ ഇരിക്കുന്ന എല്ലാവരും 3 പേരൊഴിച്ച് ബാക്കിയുള്ളവർ നല്ല അഭിപ്രായങ്ങളും നല്ല വാക്കുവാരങ്ങളും ഒക്കെ അവർക്കതായ സ്ട്രോങ് എവിഡൻസ് അവർ പ്രൂവ് ചെയ്യുകയും ചെയ്തു. അത് നല്ലൊരു ഗെയിം പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നു. ആ പ്രോസസ്സിലൂടെ ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ബിഗ് ബോസ് അധികൃതരും ശ്രമിക്കുക, കണ്ടസ്റ്റൻസും ശ്രമിക്കുക. ഇനിയും ചളി വാരി എറിയാതെ നല്ലൊരു കോണ്ടന്റ് ഉണ്ടാക്കി പ്രേക്ഷകരിൽ വോട്ട് നേടാൻ നിങ്ങൾ സമയം മെനക്കെടുത്തി കളയരുത്. നിങ്ങളുടെ സമയം അത് വിലപ്പെട്ടതാണ് എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബൈ.